2023 മോഡലാണ്. എക്സൽ എന്ന് പറഞ്ഞ വേരിയന്റിൽ 33,000 കിലോമീറ്റർ. മിഡിൽ ഓപ്ഷൻ 33,000 കിലോമീറ്റർ. പക്ഷെ മാത്രമല്ല, അതിൽ കസ്റ്റമർ കുറെ സംഭവം അഡീഷണൽ ചെയ്തിട്ടുണ്ട്. ഇഗ്നിസ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. 2021 അത് ഓഫർ പ്രൈസ് ആണ് കേട്ടോ. അത് ഫൈനൽ പ്രൈസ് ആണ് പറയുന്നത്. നിങ്ങളെ വീഡിയോക്കുള്ള ഓഡിയൻസിനുള്ള സ്പെഷ്യൽ പ്രൈസാണ്. വർഷത്തിന് 22 മോഡൽ പെട്രോൾ ഓട്ടോമാറ്റിക് ഹൈലൈൻ വാഹനം നിങ്ങൾക്ക്. എല്ലാവർക്കും നമസ്കാരം. നമ്മളിതാ ഷമീസ് കാസ് പ്രൈഡിലെ ഷമീർ ഖാന്റെയും മിൽഹാജിന്റെയും കൂടെ വീണ്ടും വന്നിരിക്കുന്നു. ചെറിയ ഗ്യാപ്പിലാണ് വീഡിയോ ചെയ്യാൻ വന്നത്. ഇപ്പൊ കുറച്ച് സൈക്കിൾ അല്ലേ കഴിഞ്ഞ വീഡിയോ ചെയ്തിട്ട്? നമുക്കൊരു 5 ദിവസമായിട്ട് 4 ദിവസമായിട്ട്. അവിടെ കുറച്ച് സൈക്കിൾ, ഇവിടെ തന്നെ ഇപ്പൊ ഒരു മാസമൊന്നും ആയിക്കില്ല, 2 ആഴ്ച ആയിക്കല്ലോ. ഓക്കെ, ഒരുപാട് സ്റ്റോക്ക് കാണുന്നുണ്ട്. സാധാരണ കാണുന്നതിനേക്കാൾ കൂടുതൽ തെങ്ങി നിറഞ്ഞ വണ്ടികൾ കാണുന്നുണ്ട്. ചെറിയ പ്രശ്നമുണ്ട്. നിങ്ങൾ ഈ കാണിച്ചിരിക്കുന്ന സ്റ്റോക്കുകളിൽ ഏകദേശം ഒരു 50% വണ്ടികളും ഇന്നലെ വനിയായിട്ട് മാത്രം ബുക്കിംഗ് ആയിട്ടുണ്ട്. അത് ശരി. ബൈ ഗോഡ് ഗ്രേസ് നമ്മളെ സംബന്ധിച്ചിടത്തോളം എവർ ഹൈയസ്റ്റ് ബുക്കിംഗ് ആയിരുന്നു ഇന്നലെ. ഇന്നലത്തെ ദിവസം എന്ന് പറഞ്ഞാൽ നോട്ട് ചെയ്യേണ്ട ദിവസമാണ്. കാരണം ഇന്നലെ മാത്രമായിട്ട് 8 വണ്ടികൾ ഒരു ദിവസം ഈ പ്രൈഡിൽ തന്നെ ബുക്കിംഗ് ആയിരുന്നു. അത്രയും ഒരു 3 വർഷത്തിനടുക്ക് 1 ഡേ 8 വണ്ടി ബുക്കിംഗ് വന്നിട്ടില്ല. ഇന്നലെ നമ്മൾ കാണിക്കാൻ വെച്ച വണ്ടികൾ അതിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ബുക്കിംഗ് ആയത് കാണിക്കണ്ടോ? കാണിക്കുന്നില്ല. അതെ, അതായത് ശരി. അപ്പൊ ബുക്കിംഗ് ആയത് കാണിക്കില്ല, ബാക്കിയുള്ളത് കാണിച്ചു തരാം. അപ്പൊ ബാക്കി കുറച്ചുണ്ടാവില്ല എന്തായാലും. ആ വണ്ടികൾ നമുക്കൊരു 10-15 വണ്ടികൾ കാണിക്കാം. നമ്മൾ ഏകദേശം 20 വണ്ടികളുടെ മുകളിൽ കാണിക്കാമെന്ന് വിചാരിച്ചിരുന്നു. അപ്പൊ അവരെല്ലാം കൂടെ ആയിട്ട് കാണിക്കാം. നമുക്ക് ഒരു 15 വണ്ടികൾ നമുക്ക് കാണിക്കാം. ഓക്കെ. അപ്പൊ ഈ ഷോറൂമിൽ ലൊക്കേഷൻ വരുന്നത് മാങ്കാവ്, തിരുവനന്തപുരമാണ്, കോഴിക്കോട് ജില്ല. ഓക്കെ. പിന്നെ അവിടെ എങ്ങനെയുണ്ട് നടക്കാവല്? അൽഹംദുലില്ലാ ബിസിനസ് ഉണ്ട്. പക്ഷെ ഈ ഒരു കുറച്ചായിട്ട് നമ്മൾ യുദ്ധം തുടങ്ങിയതിന് ശേഷം എനിക്ക് തോന്നുന്നത് ഒരു 10 ലക്ഷത്തിന്റെ ചോടുള്ള വണ്ടികൾക്ക് നല്ല എൻക്വയറിയാണ്. പ്രൈഡിൽ എനിക്ക് സത്യത്തിൽ ചോദിക്കുന്ന വണ്ടികൾ അത്രയും കൊടുക്കാൻ പറ്റുന്നില്ല. വണ്ടി വരുമ്പോഴത്തേക്ക് ബുക്കിംഗ് ആവുന്നുണ്ട്. ഇവിടെ 10ന്റെ താഴെയുള്ള വണ്ടികളുണ്ടാവും, 10 ലക്ഷത്തിന് താഴെ. അവിടെ 10ന്റെ മേലെയുള്ള വണ്ടികൾ. 10 ലക്ഷത്തിന്റെ മുകളിലേക്കുള്ള വണ്ടികൾക്ക് എനിക്ക് ഒരു 10% ഡ്രോപ്പ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. സാധാരണ ഒരു പ്രീമിയം ലക്ഷറി സെഗ്മെന്റിലേക്ക് ആളുകൾ വണ്ടി മാറ്റാനുള്ള ഒന്ന് പെൻഡിങ് വെക്കുന്ന പോലെ തോന്നുന്നുണ്ട്. നേരെ കുറച്ചൊരു 10 ലക്ഷത്തിനുള്ള ചോടുള്ള വണ്ടികൾക്ക് നമുക്ക് എന്റെ സുഹൃത്തുക്കളോടും ചോദിച്ചു പലരും വണ്ടി കിട്ടുന്നില്ല. കാരണം നമ്മളിപ്പോ അത്രയും സോഴ്സിങ് അത്രയും വിജിലന്റ് ആക്കി നോക്കിയിട്ട് വരാൻ നമുക്ക് കിട്ടുന്നില്ല അല്ലേ, വിചാരിക്കുന്ന അത്ര കിട്ടുന്നില്ല വണ്ടി. നമുക്കിപ്പോ നമ്മളിപ്പോ ഇത്രയും വണ്ടികൾ പർച്ചേസ് ചെയ്യാൻ റെഡിയാണ്. ഇപ്പൊ റെഡിയിലാർക്ക് നിങ്ങളോ പരിചയത്തിലോ ഫ്രണ്ട്സിലോ ആരെങ്കിലും വണ്ടികൾ കൊടുക്കാണ്ടെങ്കിൽ ഈ പേയ്മെന്റിൽ നമ്മൾ പർച്ചേസ് ചെയ്യാൻ തയ്യാറാണ്. കാരണം നമുക്ക് പിന്നെ അത്രയും എൻക്വയറി ഉണ്ട്. അപ്പൊ ഇന്നാരാ വീഡിയോയില് ആയിക്കോട്ടെ. എന്തായാലും കണ്ടു നോക്കാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഇവരുടെ സ്റ്റോക്കിന്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഇവരുടെ പേജിൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. ഇൻസ്റ്റാഗ്രാം പേജ് കിട്ടും, ഷമീസ് കാസ്. അതിൽ നോക്കിക്കഴിഞ്ഞാൽ ഫുൾ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ അതിൽ കിട്ടും അല്ലേ. അതുപോലെ ഇവിടുത്തെ കോൺടാക്ട് നമ്പറിൽ നിങ്ങൾ ഇത് കൊടുക്കുന്നില്ല, അഡീഷണൽ കൊടുക്കുക. അതിൽ തന്നെ കാറ്റലോഗും ഇല്ലേ? ഈ യാർഡിന്റെ പുറകെ തന്നെ ഒരു യാർഡുണ്ട്. സോറി, ഈ ഷോറൂമിന്റെ പുറകിൽ ഒരു യാർഡുണ്ട്. അവിടെ തന്നെ കുറെ വണ്ടികളുണ്ട് അല്ലേ. ഏത് വേണം തന്നെ വിളിച്ചോ. 10 ലക്ഷത്തിന്റെ താഴെയുള്ള വണ്ടികൾക്കും മേലുള്ള വണ്ടികൾക്കും ഒക്കെ വിളിക്കാം. രണ്ടിനും വിളിക്കാം. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ആദ്യ വാഹനം ഒരു ഡീസൽ ഓട്ടോമാറ്റിക് നെക്സോൺ ആണ്. ടാറ്റ KL 73 രജിസ്ട്രേഷൻ വരുന്ന വണ്ടി, മാനന്തവാടി അല്ലേ? മാനന്തവാടി. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2020 മോഡല് നെക്സോൺ ഡീസൽ ഓട്ടോമാറ്റിക് XZ+ എന്ന് പറഞ്ഞിട്ടുള്ള ഏറ്റവും ഫുൾ ഓപ്ഷൻ. ഓക്കെ, 20 മോഡലാണ്. ഓട്ടോ എത്ര പോയിട്ടുണ്ട്? 88,000 കിലോമീറ്റർ. 58,000 അല്ലേ? 88,000 ഓടി. ഡീസൽ വണ്ടി വെച്ചാൽ വലിയ ഓട്ടമല്ലല്ലോ. 20 മോഡലല്ലേ, 6 വർഷം കൊണ്ടായില്ല. നല്ല മൈലേജ്. ഇത് ഉപയോഗിച്ച് കസ്റ്റമർ പറഞ്ഞു 22 കിലോമീറ്റർ മൈലേജ് കിട്ടിയിട്ടുണ്ട് ഓട്ടോമാറ്റിക്കലി. അതെ, MTN ഗിയർ ബോക്സ് വരാം കിട്ടും അല്ലേ? ഏകദേശം കിട്ടും. ജെന്യൂൻ ആയിട്ടുള്ള കസ്റ്റമർ, നമുക്ക് പേഴ്സണലി അറിയുന്ന ആളാ. ശരി, അവർക്ക് കിട്ടിയിട്ട് സിംഗിൾ ഓണർഷിപ്പ് തന്നെയാ? സെക്കൻഡ് ഓണർഷിപ്പിൽ. സെക്കൻഡ് ഓണർ. ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ഒരു റീപ്ലേസ് ഉണ്ട്, ലെഫ്റ്റ് ഫ്രണ്ട് ഡോർ മാത്രം റീപ്ലേസ് ഉണ്ട്. ഫ്രണ്ട് അത് കമ്പനി തന്നെ ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോ എത്ര ചോദ്യം? ഇപ്പോൾ നമുക്ക് ഓഫറിൽ ഒരു 7,75,000 കൊടുക്കാം. 7,75,000. ഈ വാഹനം അന്ന് ഇറങ്ങുമ്പോൾ ഏകദേശം 14-15 ലക്ഷം. അതിന് ശേഷം എനിക്ക് തോന്നുന്നു പിന്നെ റേറ്റ് കൂടിയിട്ടുണ്ട്. റേറ്റ് പിന്നെ കൂടി, പിന്നെ കുറഞ്ഞിട്ടുണ്ട്. മോഡല് മാറി, വണ്ടി മാറിയല്ലോ, മൊത്തത്തിൽ മാറി. ഓക്കെ, അപ്പൊ താല്പര്യം ഉണ്ടെങ്കിൽ വിളിച്ചോ. ഒരു 7 ലക്ഷം 7.25 ലക്ഷം വരെ ലോൺ. ഫുൾ ലോൺ. ഹോണ്ട സിറ്റി KL 57 കോഴിക്കോട് കൊടുവള്ളി രജിസ്ട്രേഷൻ വരുന്ന വാഹനം. ഏതാ മോഡല്? 2022 മോഡൽ. 22. ഷേപ്പ് പുതിയ ചെറിയ മാറ്റം വന്നിട്ടുള്ളൂ. ഫ്രണ്ട് ഗ്രില്ലിൽ ഉള്ള മാറ്റങ്ങളെ വന്നിട്ടുള്ളൂ. ഓട്ടോ എത്ര പോയി? 33,000 ഓടിയിട്ടുള്ളൂ.
ഏതാ മാനുവലോ ഓട്ടോമാറ്റിക്കോ? ഓട്ടോമാറ്റിക് ആണ്, CVT CVT CVT. 22 മോഡൽ. വി എന്ന് പറയുമ്പോൾ ഇതിന്റെ മുകളിൽ 2 ഓപ്ഷൻ കൂടി വരും. സൺറൂഫ് ഉണ്ടാവില്ല ഇതില്. ബാക്കി പുഷ് ബട്ടൺ അലോയ്സ് ഒക്കെ വരും. പുഷ് ബട്ടൺ അലോയ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. CVT ഓട്ടോമാറ്റിക്. ഒരു 10 to 13, 14 വരെയൊക്കെ മൈലേജ്, നല്ല ഡ്രൈവിംഗ് കംഫർട്ടും വണ്ടിയാണ്. സിമ്പിൾ ആയിട്ട് കൊണ്ടു നടക്കാൻ പറ്റും. ചെറിയ മെയിൻ്റെനൻസിൽ ഇത്രയും വലിയൊരു വണ്ടി കൊണ്ടു നടക്കാം അല്ലെ. അതും ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ, അപ്പോ എത്ര ചോദ്യം? ഇപ്പോ നമുക്കൊരു 9,40,000 കൊടുക്കാം. 9,40 അല്ലേ? ഇത് ഇറങ്ങുമ്പോൾ എത്ര ഉണ്ട്? 17 അല്ല, സോറി 17 ഉണ്ടാവില്ല അല്ലേ? ഒരു 15 റേഞ്ച് ഫുൾ ഓപ്ഷൻ 17 അറ്റേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ 15 ആ റേഞ്ചിൽ ഏകദേശം വില വന്ന വണ്ടിയാണ്. ലോ കിലോമീറ്റർ ആണ്. പിന്നെ ഇതിനൊരു ബോണ്ട് മാത്രം റീപ്ലേസ് ഉണ്ട്, വേറെ ഒന്നുമില്ല. ബോണ്ട് മാത്രം. ഓക്കെ, ഹിസ്റ്ററി ഉണ്ടല്ലോ അല്ലേ? പ്രോപ്പർട്ടി ഉള്ളത്. ഓക്കെ, അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ എന്തായാലും നോക്കിക്കോ. ഒരു വണ്ടി എടുത്തിട്ട് നമുക്ക് വലിയ മെനക്കേടില്ലാണ്ട് കൊണ്ടുനടക്കാൻ പറ്റും അല്ലേ? ബാക്കി മെനക്കേട് ഉണ്ടെന്നല്ല, എന്നാലും ഡീസലൊക്കെ അതിന്റെ മെയിൻ്റെനൻസ് കാണണല്ലോ അല്ലേ? അടുത്ത ഹ്യുണ്ടായി ക്രെറ്റ KL5 കോട്ടയം വണ്ടിയാണ്. എങ്ങനെ ഡീറ്റെയിൽ ഇത്? 2016 മോഡൽ, അതായത് ഫസ്റ്റ് ഷേപ്പിലുള്ള വാഹനം. 74,000 കിലോമീറ്റർ. SX ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് പെട്രോൾ ഓട്ടോമാറ്റിക്. പെട്രോൾ ഓട്ടോമാറ്റിക് 16 മോഡൽ വരുന്ന ലോ കിലോമീറ്റർ ആണ്. ആ ഒരു വർഷം സംബന്ധിച്ച് വളരെ ലോ കിലോമീറ്റർ ആണ്. SX ആണ് വേരിയന്റ്. SX ആണ്. ഓക്കെ, SX പ്ലസ് ഓപ്ഷനിൽ 2 ഓപ്ഷൻ കൂടി മേലുണ്ട്. 2 ഓപ്ഷൻ മേലുണ്ട്. ഓക്കെ, അന്ന് SX ഓപ്ഷനിൽ ഇല്ലല്ലോ, SX പ്ലസ് അല്ലേ ഉള്ളൂ. 16 ഓപ്ഷൻ വരുന്നില്ലല്ലോ. ഓക്കെ, അപ്പൊ പ്ലസ് ഒരു വേരിയന്റ് കൂടി. അതെ. ഓക്കെ, ഇതിൽ പുഷ് ബട്ടൺ കാര്യങ്ങൾ വരുന്നുണ്ട്. ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സും അലോയ് വീൽസും കാര്യങ്ങളും വരും. അതിന് പുറമായിട്ട് അഡീഷണൽ സീറ്റ് കവർ കാര്യങ്ങളെല്ലാം കസ്റ്റമർ വേറെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ ഷേപ്പ് കറക്റ്റ് ഇഷ്ടപ്പെടുന്ന ഇതിനൊരു പ്രത്യേക മാർക്കറ്റാണ്. പ്രത്യേക മാർക്കറ്റ് ഉണ്ട് വണ്ടിക്ക്. അതെ, പുതിയ ഷേപ്പ് എന്ന് പറയുമ്പോൾ ഒരു പ്രീമിയം ലുക്കിലേക്കാണ് കുറച്ചും കൂടി. അത് കുറെ പേർക്ക് അതിനോടൊരു താല്പര്യം ഇല്ലാത്ത ആൾക്കാരോട് ഒരു മിക്സഡ് ഒപ്പീനിയൻ പുതിയ ഷേപ്പിനുള്ളത്. ഇതൊരു മസ്കുലർ ലുക്ക് ആയതുകൊണ്ട് എപ്പോഴും ഇതിനൊരു ആരാധകരുണ്ട്. SUV എന്ന് പറയുമ്പോൾ ആ ഒരു ലുക്ക് വേണം. ഓക്കെ, ക്ലെയിമോ കാര്യങ്ങൾ എന്തെങ്കിലും? ക്ലെയിമോ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഓണർഷിപ്പ് എത്രയാ? സെക്കൻഡ് ഓണർ കിടക്കുന്നത് 2016 76,000 കിലോമീറ്റർ. SX പെട്രോൾ ഓട്ടോമാറ്റിക് ക്രെറ്റ എത്ര കൊടുക്കാം? നമുക്ക് 6,90,000 കൊടുക്കാം. 6,90,000 പെട്രോൾ ഓട്ടോമാറ്റിക് ക്രെറ്റ കൊണ്ടുപോകും കേട്ടോ. അതെ, മൈലേജ് പെർഫോമൻസ് ആണ് ഇതിന്റെ ബേസ്, വേറൊന്നുമല്ല. മൈലേജ് കൺസേൺ ആവില്ല ഇത് എടുക്കുന്നവര്. മൈലേജ് ഒരു 10-13. ഓഫർ പ്രൈസ് ആണ് കേട്ടോ. ഇത് ഫൈനൽ പ്രൈസ് ആണ് പറയുന്നത്. നിങ്ങളെ വീഡിയോ ഓഡിയൻസിനുള്ള സ്പെഷ്യൽ പ്രൈസാ. ഓക്കെ, ലോണ് ഫുള്ളോ? ഷുവർ. അടുത്തത് ഒരു സ്റ്റൈലിഷ് കോമ്പാക്ട് SUV ആണ്. സ്കോഡയുടെ കുഷാക്. റെഡ് കളർ, അടിപൊളി കളറാണ്. KL46 ഗുരുവായൂർ രജിസ്ട്രേഷൻ വരുന്ന വാഹനം. ഏതാ മോഡൽ ഇത്? 2022 മോഡൽ 1 ലിറ്റർ സ്റ്റൈൽ, അതായത് 1 ലിറ്ററിൽ ഏറ്റവും ഫുൾ ഓപ്ഷൻ സീറ്റ് വെന്റിലേഷനും വയർലെസ് ചാർജറും ഫീച്ചേഴ്സ് എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. വരുന്ന വാഹനമാണ്. ഓക്കെ, ഡോക്ടർ യൂസ് ചെയ്ത വണ്ടിയാണ്. വെറുതെ ഡോക്ടർ ശരിക്കും ഡോക്ടർ യൂസ് ചെയ്ത വണ്ടിയാണ്. കസ്റ്റമർ ഡയറക്റ്റ് എടുത്ത ഓട്ടം വെറും 33,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 33,000. ഓക്കെ, 33,000 കിലോമീറ്റർ ഓടിയ 2022 ഓട്ടോമാറ്റിക് മാനുവൽ 1 ലിറ്റർ മാനുവൽ ടർബോണ് എഞ്ചിൻ വരിക. ടർബോ എഞ്ചിനാണ്. പവറും ഉണ്ടാവും, അത്യാവശ്യം മൈലേജ് കിട്ടും. 12-15 റേഞ്ച് ഒക്കെ മൈലേജ്. കൂടുതൽ പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു വാഹനമാണ്. അതെ, ഓക്കെ. അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സും വരുന്നുണ്ട്. പിന്നെ ലുക്ക് തന്നെ നോക്ക് നിങ്ങൾ. കളർ ഇത് റോഡ് കൂടെ പോകുമ്പോൾ എന്തായാലും ഒരു ഓട്ടം. തീർച്ചയായും ഉറപ്പായിട്ടും. ക്ലെയിമോ കാര്യങ്ങളൊന്നുമില്ല. എത്രയാ ചോദ്യം? നമുക്ക് 9,60,000 കൊടുക്കാം. 9,60,000 2022 മോഡൽ 30,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ് കുഷാക് സ്റ്റൈൽ ഫുൾ ഓപ്ഷൻ പെട്രോൾ മാനുവൽ വാഹനം നിങ്ങൾക്ക് കൊണ്ടുപോകാം. ലോൺ ഒരു 11 ലക്ഷം ലോൺ കിട്ടും. അത്രയും കിട്ടും. പക്ഷെ നമ്മൾ ഫുൾ ലോൺ ചെയ്ത് അത്രേ പറയുന്നുള്ളൂ. ശരി, ഫുൾ ലോൺ ചെയ്ത് തരാം. ക്യാഷ് ബാക്ക് ഒന്നും എടുക്കണ്ട. ഫുൾ ലോൺ തന്നെ താല്പര്യം ചെയ്താൽ മതി. പലിശ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ലോൺ ചെയ്യാത്ത ഏറ്റവും നല്ലത്. പരമാവധി പലിശ കുറച്ചിട്ട് എടുക്കാൻ നോക്കാം എവിടെ നിന്നായാലും. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. വീണ്ടും ക്രെറ്റയാണ്. KL1 തിരുവനന്തപുരം രജിസ്ട്രേഷൻ വരുന്ന വാഹനം. ഇതിന്റെ അലോയ്സ് ഒക്കെ അഡീഷണൽ ചെയ്താന്ന് തോന്നുന്നു. ബേസ് മോഡലാണ്. നമുക്ക് എക്സ്ചേഞ്ച് ഒന്നും വണ്ടി കേട്ടത്. എക്സ്ചേഞ്ച് വന്നതാണ്. അപ്പൊ എക്സ്ചേഞ്ച് എല്ലാ വണ്ടി എടുക്കൂലേ? എക്സ്ചേഞ്ച് ആയി വരുന്ന വണ്ടികൾ എല്ലാം എടുക്കും. നമ്മൾ ബൈക്ക് എടുക്കില്ല. നമ്മളിപ്പോ നിലവിൽ കാർസ് മാത്രമാണ് ചെയ്യുന്നത്. അതെ, അതും ഒറിജിനൽ കേരള വണ്ടികൾ മാത്രമാണ് നിലവിൽ എക്സ്ചേഞ്ച് എടുക്കുന്നത്. ഓക്കെ, എക്സ്ചേഞ്ചിൽ ഒറിജിനൽ കേരള തന്നെയാണ് അതും എടുക്കുന്നുള്ളത്. അപ്പൊ ക്രെറ്റ ബേസ് ഓപ്ഷൻ ആണ്. എക്സ്ചേഞ്ച് വന്നത് ഏതാ മോഡല്? ഇത് 2017 മോഡൽ എന്ന് പറഞ്ഞ ബേസ് വേരിയന്റ് ആണ്. അഡീഷണൽ ആയിട്ട് അലോയ് വീൽസ്, പിന്നെ ഇൻഫോർടൈൻമെന്റ്, കാര്യങ്ങളൊക്കെ വരും. അതല്ലേ വരും. ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സും വരും. മിറർ അഡ്ജസ്റ്റ്മെന്റ് വരുള്ളൂ. മിറർ അഡ്ജസ്റ്റ്മെന്റ് വരില്ല. EX വരുന്നത് അല്ലേ? ഓക്കെ, അപ്പോ ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ഇത് നമുക്കൊരു ലെഫ്റ്റ് സൈഡ് അല്ല റൈറ്റ് സൈഡ് ബാക്ക് ഡോർ റിയർ ഡോർ റീപ്ലേസ് ആണ്. ഓക്കെ, ഗ്ലാസ് മാറിയോ? അല്ല, ഗ്ലാസ് ഇല്ല. ഡോർ മാത്രം മാറിയത്. കമ്പനി തന്നെ മാറിയത്. ഇത് ഓണർഷിപ്പ് എത്ര സെക്കൻഡാ? തേർഡ് ഓണർഷിപ്പ് ആണ്. 1,40,000 ഓടിയിട്ടുണ്ട്. ഡീസൽ പെട്രോൾ
പെട്രോൾ പെട്രോൾ മാനുവൽ ഓടി പെട്രോൾ മാനുവൽ ആണ് 2017 എക്സ്ചേഞ്ച് വന്ന വണ്ടിയാണ്. അതെ യെസ്. ഓക്കെ, അപ്പോൾ താല്പര്യമുണ്ടെ നോക്കിക്കോ. പക്ഷെ അത് കറക്റ്റ് ആണ്. അപ്പൊ അതിനുള്ള റേറ്റും നമ്മളതാ ചോദിക്കുന്നത്. അതെ, പറഞ്ഞോ, എത്രയാ റേറ്റ്? നമുക്ക് ഒരു 5,70,000 കൊടുക്കാം. 17 വണ്ടി 570 ക്രെറ്റ നിങ്ങൾക്ക് കൊണ്ടുപോകാം. നിങ്ങളിപ്പോ ഒരു സ്വിഫ്റ്റ് ഇതൊക്കെ നോക്കാൻ പോകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്നും പറയാനില്ല. അടിപൊളി കോമ്പാക്ട് എസ് കുറച്ച് ഓട്ടം പോയിട്ടുണ്ട്. പിന്നെ പെട്രോൾ ആയതുകൊണ്ട് വലിയൊരു അങ്ങനത്തെ പവറുള്ള ഒരു എഞ്ചിനുമാണ് വണ്ടി. ഓടിക്കാനുള്ള കാര്യം പ്രത്യേകിച്ച് പറയാം. 1.6 ആണ്. അതെ, പിന്നെ എന്തായാലും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. കമ്പനി കൊണ്ടുപോയിട്ട് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്തിട്ട് അതെ അതെ നമ്മുടെ ടീം ഒന്ന് വാല്യൂസ് ചെയ്തിട്ട് എടുത്താണ്. ഇനിയിപ്പോൾ അവർക്ക് പുറത്ത് ചെക്ക് ചെയ്യണം തന്നെ ചെക്ക് ചെയ്യാം. അതിനുള്ള ഓപ്ഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, ഫുൾ ലോണും കിട്ടാൻ ചാൻസ് ഉണ്ട് അല്ലേ? ഫുൾ ലോണൊക്കെ 100%. അതിന്റെ അപ്പുറത്തേക്കുള്ള നോക്കിയാൽ മതി. വീണ്ടും അടുത്ത സെഡാൻ കാറ്റഗറിയാണ് ഫോക്സ് വാഗൺ വെർച്ചസ് KL 11 കോഴിക്കോട് വണ്ടി തന്നെയാണ്, ഒറിജിനൽ കേരള. എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? 2022 മോഡൽ ഹൈലൈൻ ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ, ഹൈലൈൻ എന്ന് വെച്ചാൽ സ്റ്റാർട്ടിംഗ് ആണ് ഇതിലല്ലേ? അല്ല, കംഫർട്ട്, ഹൈലൈൻ, ടോപ്പ് ലൈൻ അങ്ങനെ വരും. മിഡിൽ ഓപ്ഷൻ വരും. 1 ലിറ്ററിൽ മിഡിൽ ഓപ്ഷൻ ആണ്. ഓട്ടോമാറ്റിക് അല്ല? ഓട്ടോമാറ്റിക് ടോർക്ക് കൺവെർട്ടർ ഗിയർ ബോക്സ് ആണ് വരിക. പിന്നെ ക്ലെയിമോ കാര്യങ്ങളൊന്നുമില്ല. 53,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സെക്കൻഡ് ഓണർഷിപ്പ് ഉള്ള വാഹനമാണ്. ഓക്കെ, സെക്കൻഡ് ഓണർഷിപ്പ്, പ്രോപ്പർ സർവീസ് പോയതാണ്. അതെ, പ്രോപ്പർ സർവീസ്, നല്ല മെയിൻ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. ഓക്കെ, ഇതില് പുഷ്പട്ടം വരുമോ? ഹൈലൈനിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യട്ടോ. പുഷ്പട്ടൻ ഉണ്ടോ നോക്കാം. പുഷ്പട്ടൻ ഉണ്ട്, വരുന്നുണ്ടല്ലേ? പുഷ്പട്ടൻ ഉണ്ട്. സീറ്റ് വെന്റിലേഷൻ ഉണ്ടാവില്ല, വയർലെസ് ചാർജർ അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, ബാക്കി സൺറൂഫ് ഉണ്ടാവില്ല. ബാക്കി എല്ലാ ഫീച്ചേഴ്സും വരും. പുഷ്പട്ടൻ അലോയ്സും അങ്ങനത്തെ എല്ലാം വരും. നല്ല ടയർ ഭാഗം ഉണ്ട് അല്ലേ? പുതിയ ഓക്കെ. അപ്പോ 22 മോഡൽ 1 ലിറ്റർ ഓട്ടോമാറ്റിക് വാഹനമാണ്. ടർബോ എഞ്ചിൻ, അത്യാവശ്യം പവറും ഉണ്ടാവും. മൈലേജ് വീണ്ടും ഒരു പെർഫോമൻസ് വാഹനം തന്നെ. അതെ, മൈലേജ് ഒരു 11-16 ആ റേഞ്ച് കിട്ടും. എത്ര ചോദ്യം ഇപ്പോ? നമുക്കൊരു 10,50,000 കൊടുക്കാം. 10.5 ലക്ഷത്തിന് 22 മോഡൽ പെട്രോൾ ഓട്ടോമാറ്റിക് ഹൈലൈൻ വാഹനം നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഓക്കെ, മിഡിൽ ഓപ്ഷൻ ആണ്. ഫുള്ള് ലോണും കയറും? ഫുൾ ലോൺ. ഇതിനൊക്കെ 12 ലക്ഷം രൂപ ഐഡിയ ഉണ്ട്. ഓക്കെ, ഇത് അന്ന് ഇറങ്ങുമ്പോൾ എത്ര ഉണ്ട്? 18 17 സംതിങ് അല്ലേ? ഓക്കെ, പിന്നെ 1.5 ആണ്. 21 ഉണ്ട് ആ സമയത്ത്. പിന്നെ 23 സംതിങ് ആയിട്ടുണ്ട്. പിന്നെ കയറിയിട്ടുണ്ട്. ഓക്കെ, ഇതൊന്ന് ഇറങ്ങുമ്പോൾ 17 സംതിങ് ഉണ്ട്. ഓക്കെ, അപ്പൊ താല്പര്യം വിളിച്ചോ. അടുത്ത വണ്ടിയിലേക്ക് പോകാം. കത്തിപ്പടരം മുന്നേ മാരുതി അണച്ചു കളഞ്ഞൊരു മോഡലാണ് ഇപ്പൊ നിർത്തി. സംഭവം സത്യം പറഞ്ഞാൽ റിറ്റ്സ് നിർത്തി അതിന് ശേഷം ഇറക്കിയ ഒരു മോഡലായിരുന്നു അല്ലെ? കുറച്ചു കാലം ഗ്യാപ്പ് ഇട്ടിട്ട് ഇറക്കിയ ഒരു മോഡലായിരുന്നു. പക്ഷെ സ്റ്റാർട്ടിങ്ങിൽ ശ്രദ്ധിക്കപ്പെട്ടില്ല, പിന്നെ അങ്ങോട്ട് അടിച്ചു കയറിയ ഒരു മോഡൽ. ഓക്കെ, അപ്പൊ വീണ്ടും നിർത്തിയിരിക്കുകയാണ്. KL 32 രജിസ്ട്രേഷൻ വരുന്ന ഒരു അടിപൊളി ഇഗ്നിസ് ആണ്, ചേർത്തല വണ്ടി. എങ്ങനെയാ ഡീറ്റെയിൽ ഇത്? 2021 സീറ്റ മാനുവൽ. സീറ്റയാണ്. ഹാൽഫാന്റെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷൻ ആണ്. ഇതിൽ പുഷ്പട്ടനും അലോയ്സും എല്ലാം വരും. ഓക്കെ, ആകെ ഹെഡ് ലാമ്പിൽ വരുന്ന മാറ്റവും സ്റ്റീരിയോയിൽ വരുന്ന മാറ്റവും എന്താ ഉള്ളൂ. ആൽഫയിലോട്ട് പോകുമ്പോൾ ബാക്കി എല്ലാ ഫീച്ചേഴ്സും വരും. അഡീഷണൽ സ്പോയിലർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. സ്റ്റിക്കർ വർക്കും കാര്യങ്ങളും അഡീഷൻ ചെയ്തിട്ടുണ്ട്. സ്റ്റിക്കർ വർക്കും ഉണ്ട് അല്ലേ? ഓക്കെ, കുഴപ്പമില്ലാത്ത ടയർ ഭാഗമുണ്ട്. ക്ലെയിമോ കാര്യങ്ങൾ റീപ്ലേസ് ഒന്നുമില്ല. 24,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പുള്ള വാഹനം. മാനുവൽ അല്ലേ? പെട്രോൾ മാനുവൽ വാഹനമാണ്. 12-15 റേഞ്ച് ഏകദേശം മൈലേജ് കിട്ടും. അത്യാവശ്യം സ്പോർട്ടി കാറാണ്. ഒരുപാട് ആൾക്കാർ അന്വേഷിച്ച് നടക്കുന്നുണ്ട്. നമുക്ക് തന്നെ ഒരുപാട് എൻക്വയറി ഉണ്ട്. ഇഗ്നിസ് ഉണ്ടോ തീർച്ചയായും. ഇഗ്നിസിന് അതാ പറഞ്ഞത്, ഇപ്പൊ ഡിമാൻഡിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ അവർ എല്ലാ മോഡലും ഇങ്ങനെയാണ്, കത്തിക്കറി കൊണ്ടിരിക്കുമ്പോൾ നിർത്തി കളി. ഓക്കെ, അപ്പോൾ ഇഗ്നിസ് നോക്കുന്നവരുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഒരു അടിപൊളി വണ്ടി. ക്ലെയിം കാര്യമൊന്നുമില്ല. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് തന്നെ. എത്ര ചോദ്യത്തിന്? 5,15,000 കൊടുക്കാം. 5.15 സീറ്റ ഇഗ്നിസ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. 2021 മോഡൽ. ഓക്കെ, അപ്പൊ താല്പര്യമുണ്ട് എന്തായാലും വിളിച്ചോ. ലോൺ ഫുള്ള് കയറും. 90% ചെയ്യാം. ഓക്കെ, അടുത്തത് ഒരു ചെറിയ സെഗ്മെന്റ് വാഹനങ്ങൾ ഡെയിലി യൂസിന് നോക്കുന്നുണ്ടെങ്കിൽ പറ്റിയൊരു വണ്ടിയാണ്. റിനോ ക്വിഡ് KL 57 കൊടുവള്ളി രജിസ്ട്രേഷൻ ആണ്, കോഴിക്കോട് ജില്ല. പിന്നെ 800cc അല്ല? 800cc. മൈലേജ് ഉണ്ടോ? 18-20 റേഞ്ച് മൈലേജ് ഏകദേശം കിട്ടും. ഏതാ മോഡൽ? 2016 മോഡൽ RXT എന്ന് പറഞ്ഞിട്ടുള്ള മിഡിൽ ഓപ്ഷൻ. കിലോമീറ്റർ 42,000 കിലോമീറ്റർ മാത്രം ഓടി. 42,000 ലോ കിലോമീറ്റർ ആണ്. അതെ, RXT അന്നത്തെ ഫുള്ള് തന്നെയാണ്. അന്നത്തെ ഫുൾ ഓപ്ഷൻ. RXT ഓപ്ഷനിൽ വരുന്നുണ്ടെന്ന് തോന്നുന്നു. അത് ഡൗട്ട് ഉണ്ട്. 16 സെറ്റ് വരുന്നില്ല തോന്നുന്നുണ്ടല്ലേ? ഇല്ല, ഇതില് സെറ്റ് ഇല്ല. ഇതില് ഫുൾ RXT തന്നെയാണ്. ഓക്കെ, RXT ഓപ്ഷനിലും കൂടി ഉണ്ടെന്ന് തോന്നുന്നു. ഓപ്ഷനിൽ വരുമ്പോൾ എയർ ബാഗ് ഉണ്ടാവും. 16 ഉണ്ടോന്ന് അറിയില്ല, കൺഫേം അല്ല. 16 ഇത് തന്നെയാണ് ഫുൾ ഓപ്ഷൻ തോന്നുന്നു. RXT വരുന്നുണ്ടല്ലോ ഇല്ലേ? ഇല്ല, RXT ഓപ്ഷനിൽ വരെ അത്ര വരുന്നുള്ളൂ അല്ലേ? ഓക്കെ, കൺഫ്യൂഷൻ ഉണ്ട്. വേറെ ക്ലെയിം കാര്യങ്ങളൊന്നുമില്ല. ഫുള്ള് കമ്പനി സർവീസ് കമ്പനി സർവീസ് ആണ്. 42,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ക്ലെയിമോ കാര്യങ്ങളൊന്നും ഇല്ലാതെ സെക്കൻഡ് ഓണർഷിപ്പ് ഉള്ള വണ്ടി. ഓക്കെ, നല്ല ടയർ ഭാഗം അല്ലാണ്ട് എടുത്തു കഴിഞ്ഞാൽ
പ്രത്യേകിച്ച് ഒന്നും ചെയ്യാമല്ലോ അല്ലേ? പ്രത്യേകിച്ച് ചെയ്യാനില്ല, മെച്ചപ്പെട്ട് കുറച്ച് അത് വന്ന് കയറിയ പാടുള്ള ക്ലിയർ ആയി കൊടുക്കും. അപ്പൊ എത്രയാ ചോദ്യം? എത്രയാ? നമുക്കൊരു 2,10,000 കൊടുക്കാം. 2,10,000 2016 RXT 800cc കിഡ് ലോ കിലോമീറ്റർ വണ്ടി നിങ്ങൾക്ക് കൊണ്ടുപോകാം. സിംഗിൾ ഓണർഷിപ്പാ? സെക്കൻഡ് ഓണർഷിപ്പ്. സെക്കൻഡ് ഓണർ. ഓക്കെ, ഫുൾ ഓൺ കയറില്ല? ഫുൾ ഓൺ കയറും. അടുത്തത് ടാറ്റ പഞ്ച് KL65 രജിസ്ട്രേഷൻ ആണ്, മലപ്പുറം തിരൂരങ്ങാടി. ഏതാ മോഡൽ ഇത്? 2022 മോഡൽ ക്രിയേറ്റീവ് ഫുൾ ഓപ്ഷൻ. ഏറ്റവും ടോപ്പിന്റെ 22 കിലോമീറ്റർ ആണ് ഹൈലൈറ്റ്. 8,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇപ്പോൾ 4 വർഷമായി അല്ലേ? 4 വർഷം. വെറും 8,000 മാത്രം. ഒരു ലോ കിലോമീറ്റർ വണ്ടി നോക്കുന്നവരുണ്ടെങ്കിൽ കണ്ണടച്ചെടുക്കാൻ പറ്റിയ വണ്ടിയാണ്. ക്ലെയിമോ റീപ്ലേസ്മെന്റ് ക്ലെയിമോ കാര്യങ്ങളൊന്നുമില്ല. സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വാഹനം. ഓക്കെ, വെറും 8,000. പ്രോപ്പർ പീരിയോഡിക് സർവീസ് എല്ലാം പ്രോപ്പർ സർവീസിലുണ്ട്. അതെ. ഓക്കെ, അപ്പോൾ പഞ്ച് മാനുവൽ മൈലേജ് ഒരു 12-15 റേഞ്ച് ഒക്കെ ഏകദേശം മൈലേജ് കിട്ടും അല്ലേ? എത്രയാ ചോദ്യം ഇപ്പോൾ? ഒരു 6,95,000 കൊടുക്കാം. 6,95,000 ക്രിയേറ്റീവ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഇത് ഇറങ്ങുമ്പോൾ എത്ര ഉണ്ട്? 12 13 എടുത്തില്ലേ വില? 13 അടുത്ത ഏകദേശം ഉണ്ടല്ലേ? ഓക്കെ, അപ്പോൾ 6,95,000 നിങ്ങൾക്ക് കൊണ്ടുപോകാം. അതും വെറും 8,000 കിലോമീറ്റർ ഓടിയ വണ്ടി. ഫുൾ ഓണിൽ കൊണ്ടുപോകാം. ഫുൾ ഓൺ. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് ഒരു പ്രീമിയം ഹാച്ച് ബാക്ക് സെഗ്മെന്റ് ആണ്. ടൊയോട്ട ഗ്ലാൻസ KL18 വടകര രജിസ്ട്രേഷൻ ആണ്, കോഴിക്കോട് ജില്ല തന്നെ. എങ്ങനെ ഡീറ്റെയിൽ ഇത്? 2021 മോഡൽ ഫുൾ ഓപ്ഷൻ ബി എന്ന് പറഞ്ഞ ഓപ്ഷനിൽ 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സെക്കൻഡ് ഓണർഷിപ്പ് ഉള്ള വാഹനം. സെക്കൻഡ് ഓണർ, മാനുവൽ. പെട്രോൾ മാനുവൽ 2021 കിലോമീറ്റർ എത്രയും? 50,000. ഓക്കെ, നല്ല നീറ്റ് ആട്ടോ വണ്ടി. നല്ലൊരു അടിപൊളി കളറും ബ്ലൂ കളറും നല്ല സ്റ്റൈൽ ഉണ്ട് കാണാൻ. ഗ്ലേസിംഗ് ഉണ്ട് നല്ല വണ്ടി. ഓക്കെ, ഒരു പുതിയ വണ്ടിയുടെ ലുക്ക് തന്നെ ഉണ്ട്. ക്ലെയിമും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ വി ആയതുകൊണ്ട് അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും ലോഡ് ചെയ്തിട്ട് വരുന്നതാണ്. ഓക്കെ, ഫീച്ചേഴ്സ് അത്യാവശ്യം നല്ലുണ്ട്. പിന്നെ നല്ല ടയേഴ്സും ഉണ്ട്. ബലാനോ നോക്കുന്നവർക്കും നോക്കാം. പക്ഷെ ബലാനോന് ഇതിനേക്കാൾ മാർക്കറ്റ് കുറച്ച് കുറവാണ്. ഇതിന് കുറച്ച് കൂടുതലാണ്. ഇറങ്ങുമ്പോൾ തന്നെ ഇതിന് കൂടുതലാണ്. ബ്രാൻഡ് വാല്യൂ ഉള്ള പുതിയ വണ്ടിക്ക് ഇതിന് റേറ്റ് കുറച്ച് കൂടുതലാണ്. ഓക്കെ, ബലാനോ വെച്ച് നോക്കുമ്പോൾ കൂടുതലാണ്. അപ്പോൾ ഇത് എത്ര കൊടുക്കാം നമുക്ക്? നമുക്കൊരു 7,25,000 കൊടുക്കാം. 7.5 ലക്ഷം. പെട്രോൾ മാനുവൽ 2021 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വണ്ടിയാണ്. ഫുൾ കമ്പനി സർവീസും പോയിട്ട്. ഫുൾ കമ്പനി സർവീസിലുണ്ട്. ഓക്കെ, ഒരു 6.25 വരെയൊക്കെ ലോൺ കിട്ടും. ഒരു 7 ലക്ഷം വരെ ലോൺ കിട്ടും. 7 ലക്ഷം 25,000 രൂപ നിങ്ങൾക്ക് ഇറക്കി കൊണ്ടുപോകാൻ പറ്റും. പിന്നെ പെട്രോൾ മാനുവലാണ്. ഒരു 11-15 റേഞ്ച് മൈലേജും കിട്ടും ഏകദേശം. അടുത്തത് നിസാൻ മാഗ്നൈറ്റ് ആണ്. നല്ലൊരു കോമ്പാക്ട് SUV KL63 രജിസ്ട്രേഷൻ വരുന്ന വാഹനം. ഏതാ മോഡൽ ഇത്? 2023 മോഡലാണ്. എക്സൽ എന്ന് പറഞ്ഞ വേരിയന്റിൽ 33,000 കിലോമീറ്റർ. മിഡിൽ ഓപ്ഷൻ 33,000 കിലോമീറ്റർ. പെട്രോൾ മാനുവൽ കേട്ടോ. മാനുവൽ AC പവർ സ്റ്റിയറിംഗ്, ഫോർവേഡ് പവർ വിൻഡോ, സെൻട്രൽ ലോക്ക് സ്റ്റീരിയോ. പക്ഷേ മാത്രമല്ല, അതിൽ കസ്റ്റമർ കുറെ സംഭവം അഡീഷണൽ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ? സീറ്റ് കവർ, 360 ക്യാമറ, കുറെ വർക്ക് വേറെ കസ്റ്റമർ ചെയ്തിട്ടുണ്ട്. ശരി, 360 ഒക്കെ ചെയ്തിട്ടുണ്ടല്ലേ? അപ്പോ അങ്ങനത്തെ ഫീച്ചേഴ്സും ഉണ്ട്. പിന്നെ അലോയ്സ് ഒന്നുമില്ല, അതങ്ങനെ തന്നെയാണുള്ളത് അല്ലേ? ഓക്കെ, ക്ലെയിമോ കാര്യങ്ങളൊന്നുമില്ല. 23 നോർമൽ ഓട്ടം പോയ വണ്ടിയാണ്. പിന്നെ XL 1 ലിറ്റർ മാനുവൽ, നോൺ ടർബോ എഞ്ചിനാണ്. മൈലേജ് ഉണ്ടാവും അല്ലേ? ഒരു 14-17 റേഞ്ച് ഒക്കെ മൈലേജ് കിട്ടും. 1 ലിറ്റർ നോൺ ടർബോ ആണ്, പേടിക്കാനുമില്ല. എത്ര ചോദ്യം? ഒരു 6,40,000 കൊടുക്കാം. 6,40,000 23 മോഡൽ XL മാഗ്നൈറ്റ് 1 ലിറ്റർ മാനുവൽ വാഹനം നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഒരു 6 ലക്ഷം 6,15,000 വരെ ഫിനാൻസിംഗ് കിട്ടും. 6,15,000 വരെ കിട്ടും. ചെറിയ ഡൗൺ പേയ്മെന്റ് ആണ് ഇതൊക്കെ ഇറക്കാൻ വേണ്ടും. അപ്പോൾ താല്പര്യമുണ്ട് എന്തായാലും വിളിച്ചോ. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് ടാറ്റ ടിയാഗോ ആണ്. ഒരു ഹാച്ച് ബാക്ക് വണ്ടി. നല്ല എങ്ങനെ ഡീറ്റെയിൽ ഇത്? 2018 മോഡൽ ഫുൾ ഓപ്ഷൻ. എക്സെറ്റ് മാനുവൽ ആണ് കേട്ടോ. എക്സെറ്റ് മാനുവൽ. അന്നത്തെ ടോപ്പിന്റെ എക്സെറ്റേ ഉള്ളൂ, മാനുവൽ ആണ്. ഫസ്റ്റ് ഷേപ്പ് ആണ് വണ്ടി. ഓട്ടം 55,000 കിലോമീറ്റർ. ലോ കിലോമീറ്റർ വാഹനമാണ്. സിംഗിൾ ഓണർഷിപ്പിൽ. ഇതും ഡോക്ടർ യൂസ് ചെയ്ത വണ്ടിയാണ്. ക്ലെയിമും കാര്യമൊന്നുമില്ലല്ലോ? ക്ലെയിമോ കാര്യങ്ങളൊന്നുമില്ല, ഒരു ക്ലെയിമും ഇല്ല. നല്ലൊരു നീറ്റ് വണ്ടി. മാനുവൽ ആണ് ടിയാഗോ. ഒരു 14-17 റേഞ്ച് ഒക്കെ ഏകദേശം മൈലേജും കിട്ടും. എത്ര ഇതിന്റെ ചോദ്യം? ഇപ്പോൾ നമുക്കൊരു 3,95,000 കൊടുക്കാം. 3,95,000 18 ഫുൾ ഓപ്ഷൻ മാനുവൽ വണ്ടി. ഓക്കെ, ഒരു 3-3.5 ലോൺ വരും. 3.25 വരെ ഫിനാൻസ് ചെയ്യാം. നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനമാണ് കിയയുടെ സോണറ്റ്. അതും GT ലൈൻ ഫുൾ ഓപ്ഷൻ. നല്ലൊരു ബ്ലാക്ക് സോണറ്റ്. KL85 രജിസ്ട്രേഷൻ ആണ്. ഏതാ മോഡൽ ഇത്? 2021 ഡീസൽ ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ വണ്ടി. ഓക്കെ, ഓപ്ഷൻ ഫുള്ളാ? അല്ല, GT ലൈൻ തന്നെ. സീറ്റ് വെന്റിലേഷൻ എല്ലാം വരും, വയർലെസ് ചാർജർ എല്ലാം വരും. പിന്നെ മൈലേജ് ഉണ്ടാവും. ഒരു 17-20 റേഞ്ച് മൈലേജ് കിട്ടും അല്ലേ? മൈലേജ് കിട്ടും. ഓക്കെ, ക്ലെയിമോ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും? എന്തൊക്കെയാ? ഫ്രണ്ട് അടി വന്നിട്ടുണ്ട് അല്ലേ? ഓക്കെ, മെയിൻ സ്ട്രക്ചറിലേക്ക് അപ്രോണിലേക്ക് ഒന്നും കിട്ടിയില്ല. ഓക്കെ, ഫ്രണ്ട് ഒരു ഇടി കിട്ടിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഹിസ്റ്ററി ചെക്ക് ചെയ്യാം. കയ്യിലുണ്ട്. ഓക്കെ, അപ്പൊ 21 മോഡലാണ്. എത്രയാ ചോദ്യം? 8
8,75,000 കൊടുക്കുക. അതാണ് ആ പ്രൈസിലാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ 8,75 2021 ഡീസൽ ഓട്ടോമാറ്റിക് GT ലൈൻ ഫുൾ ഓപ്ഷൻ സോണറ്റ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഓക്കെ, എന്താ പറയുക, മൈലേജ് ഉള്ള ഒരു കോമ്പാക്ട് SUV അത്യാവശ്യം ഫീച്ചേഴ്സ് കൊണ്ടു നടക്കാം. ഈ ഒരു വിലക്ക് കിട്ടുന്നുണ്ട്. ഫുൾ ഓണും കയറും അല്ലേ? ഫുൾ ഓണും കയറും. ഓക്കെ, ഫുൾ ഓണും കിട്ടും. ഓക്കെ, അപ്പോൾ തൽക്കാലം നമ്മൾ നിർത്താണ്. അപ്പോൾ ഷമീസ് കാസ് പ്രൈഡിലേക്കുള്ള കോൺടാക്ട് നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. അതിലേക്ക് വിളിച്ചാൽ മതി. കുറച്ച് സമയത്തിന്റെ പരിമിതി കാരണം വണ്ടികൾ വേറെ കുറെ കാണിക്കാനുണ്ട്. ഓക്കെ, കൈലാക്ക് പുതിയ 2025 വണ്ടി നമ്മുടെ സ്റ്റോക്ക് ഉണ്ടല്ലോ. 7,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള 25 കയ്യിലാക്കാം. ഓക്കെ, പിന്നെ പിന്നെ ഒരു കുഷാക്ക് അതേപോലെ വന്നിട്ടുണ്ട്. ഒരുപാട് ടൈഗുണൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, കാണിക്കാൻ ഒരു ടൈമിന്റെ പരിമിതികളോട് പറ്റില്ല. ഓക്കെ, അപ്പോൾ ഏത് വേണമെന്നുണ്ടെങ്കിലും കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തന്നെ കമൻസിൽ രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ. അപ്പോൾ താങ്ക് യു ബ്രോ, എല്ലാവർക്കും നന്ദി, ബൈ.